ഇതാ വണ്ടി ഇതാ രാവിലെ എണീറ്റ് തുടക്കൽ തുടങ്ങി. എന്ന് രാവിലെ ചെയ്താലേ പിന്നെ അയ്യോ നോക്കണ്ടല്ലോ. രാവിലെ നീച്ച വണ്ടി വെക്കുക, വൃത്തിയാക്കുക, വണ്ടി എടുക്കുക, പോവാ. ഇന്നലെ നമ്മൾ കിട്ടുന്ന പമ്പാണ് ഈ കാണുന്നത്. പമ്പ് നല്ല സൗകര്യമുണ്ട്, ഓടി നടക്കാനുള്ള സൗകര്യമുണ്ട്, ഒരു ടിപ്പർ എടുത്താനുള്ള സൗകര്യം തന്നെ ഇതിലുണ്ട്. അതുകൊണ്ട് പിന്നെ എങ്ങനെയും കിടക്കാം. ചോരയില്ല, വലിയില്ല, ചോരയും വലിയൊന്നും ഇല്ല, നല്ല വൃത്തിയുള്ളുണ്ട്. ബാഗപ്പള്ളി ഇവിടുത്തെ ആൾക്കാർ സ്പീഡ് പറഞ്ഞിട്ടേ ആ പേര് കറക്റ്റ് ഇങ്ങോട്ട് കിട്ടൂല. വേറെ എന്താണ് ബസ്സിൽ വരുമ്പോ തന്നെ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. നമ്മള് പറയുമ്പോ അത് ബാഗപ്പള്ളി എന്നുള്ളു കറക്റ്റ് നമ്മൾ പറയും. നമുക്കൊരു പള്ളിയാണ്, നമ്മുടെ നാട്ടിലെ പള്ളിപ്പടി പറഞ്ഞായിരിക്കും ഒരു പള്ളിയാണ്. വായിക്കുമ്പോ അങ്ങനെ വരുന്നത്. പക്ഷെ ബാഗപ്പള്ളി എന്നൊക്കെ ആവും. വേപ്പള്ളി വാപ്പള്ളി എന്നൊക്കെ പറയും. അതുപോലെ രീതിയാണ്. എന്നും ഗ്ലാസ് ഒന്ന് സ്റ്റാമ്പ് ഇട്ട് കേൾക്കും, നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഗ്ലാസ്. കുപ്പിവെള്ളം കൊണ്ടുപോകണ്ട വിചാരിച്ചു മോന് വേറെ എന്തിനാ കൊണ്ടുപോകുന്നു, ഗ്ലാസ് വേഗം കൊണ്ടുപോകണ്. പമ്പിൽ എന്ത് വെള്ളമില്ല. നമ്മളവിടുത്തെക്കാർക്ക് ഇതൊന്നും അറിയില്ല. നമ്മളടുത്ത് നോക്കിയ പൈപ്പാണ്, ഏത് നേരം നോക്കിയ പൈപ്പ് കിട്ടും. ഇവിടെ വേണ്ടെങ്കിൽ പൈസ കൊടുത്ത് വെള്ളം കിട്ടും. പിന്നെ പമ്പ് പോയാൽ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ കാര്യം സാധിക്കാം, ഇല്ല വേണ്ടി പറമ്പ് പോവാ. എന്നോട് ഒരാൾ മെസ്സേജ് ചോദിച്ചത് ബാത്റൂം എന്താ കാട്ടാ. ബാത്റൂം ഇതാ അങ്ങനെ കാണിച്ചു കൊടുക്കുക. അവിടെയൊക്കെ കുറെ പറമ്പുകൾ കാണും. ആൾക്കാർ പറയണ്ടല്ലോ ചാലിച്ചൊക്കെ പച്ചക്ക് പറയണ്ടല്ലോ അങ്ങോട്ട് ബൈക്കോളിന്ന്. സാധാരണ ആൾക്കാർ എന്തെയ്യില്ല, നമ്മളവിടെ അറിയില്ല, ഇവിടെ ഒക്കെ പറയും. ഇവിടെ നിങ്ങളിപ്പോ തൽക്കാലം പറമ്പുക്കാണ് ബൈക്കോളി അറിയും. ഒരു കുപ്പിവെള്ളം എടുത്തോളി, ബൈക്കോളിതൊക്കെ ബക്കറ്റിൽ വെള്ളം എടുത്തോളി. കുറച്ച് മാന്യത ഉള്ള ആൾക്കാര് സ്ഥലം എവിടെയാന്ന് ചോദിച്ചു. ഇതൊക്കെ സ്ഥലമാണ് നിങ്ങൾ ബൈക്കോളി എന്നാ പറഞ്ഞത്. പിന്നെ ആദ്യം ഷാമ്പു വാങ്ങാൻ വിചാരിച്ച് ഞാൻ തലേ കാണാന്ന, പിന്നെ മനസ്സിലായി ഗ്ലാസ് കാണാന്നുള്ളത്. ഗ്ലാസ് എന്താണ് കഴിയാലേ, പിന്നെ കുത്തുണ്ടാവില്ല. പിന്നെ നമ്മൾ നോക്കണ്ടേ ഇടക്കിടക്ക് ഇഞ്ചിന്റെ വെള്ളം. ഇപ്പൊ പിന്നെ വണ്ടി മൊത്തം ക്ലിയർ ആക്കിയതുകൊണ്ട് ഇഞ്ചിന്റെ വെള്ളം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്ല, വെള്ളം നോക്കണം. രാവിലെ എണീക്കുമ്പോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ. ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോ ഓയിൽ നമ്മൾ നോക്കിയതാണല്ലോ, ഓയിൽ ഓടും, വണ്ടി ഓടും. എന്നും ചെക്ക് ചെയ്യണമെന്നില്ല, പക്ഷെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. എന്നും ചെക്ക് ചെയ്ത് നന്നായി. പക്ഷെ നമ്മളത്ര ഓടുന്നില്ലല്ലോ. നമ്മളാകെ ഓടുന്ന 25 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ അല്ലേ. അപ്പൊ വലിയ പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് വിചാരം നമ്മള് ഇങ്ങനെ നേരെ പോവാ, മണാലി പോവാ, തിരിച്ച് നാട്ടിൽ കയറാം, എന്നും ഓടിക്കൊണ്ടേ ഇരിക്കുകയെന്നുള്ള ധാരണ ഉണ്ട്. അതല്ലല്ലോ പരിപാടി. അപ്പൊ നമുക്ക് ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്താൽ മതി. ആദ്യം വണ്ടിയുടെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഫുള്ള് ക്ലിയർ ആക്കിയതാണ്. പൈപ്പും കാര്യങ്ങളൊക്കെ ഓരോ ഓട്ടേ മീറ്ററുകളും കാര്യങ്ങളും അങ്ങനെ ഫുള്ള് ഇപ്പൊ ക്ലിയർ ആക്കി. ഇഞ്ചൻ ഭാഗം ഫുള്ള് ക്ലിയർ ആണ്. പിന്നെ ബോഡിയാണ്. ബോഡി പറഞ്ഞാൽ ഇവിടുത്തെ ഇതിന് ഇതാ നല്ലത്. ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ, നമ്മളെ നാട്ടിൽ തന്നെയാണ്. എത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തിരിഞ്ഞു നോക്കൂലടാ. വരുതി പോയാലും ഉണ്ടല്ലേ, നമ്മളവിടെ വരുതി പേടിയാണ്. ആരാന്റെ മുതലല്ലേ എന്നുള്ള. ഇവിടെ ഒന്നുമില്ല. ഇവിടെ പോലെ ഓരോ പാട്ടിനും പോകും, നമ്മളെ പാട്ടിനും പോവാ. നമ്മള് കിട്ടിയൊക്കെ ബോണസ് അവിടുന്ന്. ഇവിടെ BMW വന്നാലും ബെൻസ് വന്നാലും ഓടി വന്നാലൊക്കെ കണക്ക് തന്നെയാണ്. ഇവിടെ ലോറി കിടക്കും, നമുക്ക് എങ്ങനെയും കൊണ്ടെടുക്കാം. അതാവുമ്പോ ആരും വരൂല നമ്മുടെ അടുത്ത് കിട്ടാം. മറ്റേ ഫാൻസി വണ്ടി അറിഞ്ഞു പോവും. ഇവിടെ എന്താ വെച്ചാൽ ഒക്കെ ഒരു കാറായിട്ടുള്ള ഒരു എനത്തിൽ മാത്രമേ കൂട്ടണുള്ളൂ. പതപ്പിച്ച് അതാണ് പരിപാടി. ഇതൊന്ന് രാവിലെ ചെയ്താ പിന്നെ നമുക്ക് സുഖമാണ്. എന്നാലും പൊടി കയറും, പക്ഷെ എന്നാലും ഒരു പൊടിക്കൊന്നും ഒരു കുറവില്ല മോനെ. ഒന്നും ചെയ്താൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പമ്പിലെ ചെക്ക നമ്മളായിട്ട് വർത്താനം പറയാൻ വരുന്നുണ്ട്. നമ്മളെ ഡെയിലി കിടക്കുന്ന പമ്പാണ്, അതിൽ ചെക്കനാണ്. നമ്മൾ വർത്താനം പറയലുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരികയാണ്. എവിടെയാണ് സ്റ്റേ, എന്താണ്. ചെക്കന്മാരൊക്കെ നല്ല കമ്പനിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മളൊരു ഇടുത്തക്കലാണ്. ഇവനാണ് നോക്കിയാ ദർശൻ എന്നാണ് നമ്മളെ ഇവൻ്റെ പേര്. ക്യാരറ്റാണിത്. ഓക്കെ ക്യാരറ്റ്. അച്ഛാ, അത് തോട്ടത്തിൽ നിന്ന് ക്യാരറ്റ് കൊണ്ടുവരാണ്. എന്നിട്ട് അത് പുഴയെ കൊണ്ടുപോയി കഴുകിയിട്ട് ചാക്കാക്കിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകണം. കഴുകിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടുത്തേർക്കൊന്നും വലിയ വിഷയമല്ല, ഞമ്മടുത്തേർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം പോലെ. ഊട്ടിയിലൊക്കെ പോകണം, നമുക്ക് ക്യാരറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഊട്ടിക്കൊക്കെ പോകണം. ഇതാ ഒരാൾ വരുന്നുണ്ട് പൈസ എണ്ണിക്കാണ്ട്, ഇതും നമ്മളോട് പരിചയത്തിലുള്ള ഒരാളാണ്. എന്താ വേറെ ആൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ പരിചയക്കാരാണ്. ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട് ഇവരൊക്കെ. നമ്മളായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. കുടിക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളം നിറക്കുകയാണ്. ഇങ്ങനെ ചെറിയ ക്യാനൊക്കെ എടുത്തതിൻ്റെ ശേഷം പിന്നെ കുപ്പികൾക്കൊക്കെ ആക്കും. ഇതൊക്കെ രാവിലത്തേക്കത്തെ പരിപാടിയാണ് കേട്ടോ. പിന്നെ വണ്ടി ഇന്ന് ചെറുതായിട്ട് വെള്ളം നനച്ചാണ് സൈഡൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ പിന്നെ പൊടിയാണ് കൂടുതൽ വരിക. അടിഭാഗം മാത്രമേ, ഈ ബമ്പറിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ ഈ സൈഡത്തെ, ഇവിടെ മാത്രമാണ് ചളി വരുന്നത്, ആ ടയർമെന്ന് തെറിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ ചളി ആവലില്ല, പൊടിയാണ് കൂടുതലായിട്ടുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ക്യാനിലേക്ക് വെള്ളമാക്കിയിട്ട് പിന്നെ കുപ്പിവെള്ളമൊക്കെ നിറച്ചുകൊണ്ട് വെക്കും. അപ്പോൾ പിന്നെ രാവിലത്തെ പരിപാടി ഇനി പിന്നെ ആ കുപ്പി ഉണ്ടല്ലോ നമ്മൾ നിറക്കാൻ ഉപയോഗിച്ചിട്ടുള്ള 20 ലിറ്ററിൻ്റെ കുപ്പി, അതിനിങ്ങനെ പോകുമ്പോൾ വണ്ടികളിലൊക്കെ കാണാൻ സാധിക്കും. 20 റുപ്യ, 5 റുപ്യ, 10 റുപ്യ ഈ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ഞങ്ങൾ 60 റുപ്യ എടുത്തിട്ടും മേടിച്ചിട്ടുണ്ട്, 30 റുപ്യ എടുത്തിട്ടും മേടിച്ചിട്ടുണ്ട്. പക്ഷേ കോമൺ ആയിട്ടുള്ള റേറ്റ് 20ൻ്റെയും 5ൻ്റെയും ഇടയിലാണ്. അത് അങ്ങോട്ടും കൂടെ ഒക്കെ വ്യത്യാസപ്പെടാം.